ഓങ്കോളജിസ്റ്റായ ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ എം.വി. പിള്ള എന്ന് പറയുന്ന മലയാളി തിരുവനന്തപുരത്തുകാരൻ അമേരിക്കയിലാണ് ദീർഘകാലം ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ വി രാജേഷും സംഘവും പോയി അവിടുത്തെ മേയർമാരെല്ലാം കണ്ടു. അവിടുത്തെ അമേരിക്കൻ മലയാളി സംഘത്തെയൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായി തലസ്ഥാനത്ത് 50 ഏക്കർ സ്ഥലത്താണ്, ചെറിയ സംവിധാനമല്ല, 50 ഏക്കർ സ്ഥലത്ത് അർബുദ ആശുപത്രിയും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കാനൊരുങ്ങി കോർപ്പറേഷൻ. പഴയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന വിളപ്പിൽ ശാലയിലാണ് പദ്ധതി വരാൻ പോകുന്നത്. മാലിന്യ സംസ്കരണ പ്രവർത്തി സ്ഥലത്ത് ഭവന പദ്ധതി നടപ്പാക്കാൻ മുൻ കോർപ്പറേഷൻ ഭരണസമിതി പദ്ധതി ഇട്ടിരുന്നെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയും മറ്റ് തർക്കങ്ങളും കാരണം പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ കാലങ്ങളായി ഉപയോഗിച്ചിനുമേ കിടക്കുന്ന കോർപ്പറേഷൻ ഭൂമി ക്യാൻസർ ചികിത്സയ്ക്കും ഗവേഷണത്തിനുള്ള നൂതന കേന്ദ്രമാക്കി മാറ്റാനാണ് പദ്ധതി. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ക്യാൻസർ വിദഗ്ധനും മലയാളിയുമായ ഓങ്കോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ എം.വി. പിള്ളയാണ് ഈ ആശയത്തിന് പിന്നിൽ. മേയർ വി രാജേഷിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിലാണ് ഈ ചർച്ചകൾ നടന്നത്. നിലവിൽ RCCയും മലബാർ ക്യാൻസർ സെൻ്ററും കൊച്ചിൻ ക്യാൻസർ സെൻ്റർ മാത്രമാണ് വിദഗ്ധ ക്യാൻസർ ചികിത്സയ്ക്കായി കേരളത്തിലുള്ള സെൻ്ററുകൾ. പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെയും കന്യാകുമാരിയിലെയും ക്യാൻസർ രോഗികൾക്ക് ഇതൊരു വലിയ ഗുണം ചെയ്യും. RCCയിലെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായകമാകും. പദ്ധതിയുടെ പ്രാഥമിക ഘട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. നാടിൻ്റെ ഏറെ ഗുണം ചെയ്യുന്ന പദ്ധതിയാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ നിരവധി പേരുടെ പങ്കാളിത്തം ആവശ്യമാണെന്നും എം.വി. പിള്ള പറഞ്ഞു. അടുത്ത ഘട്ടത്തിലും ഇതിൻ്റെ അടുത്ത ഘട്ട ചർച്ചകൾ ഉടനെ തന്നെ ആരംഭിക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് ചരിത്രത്തിലില്ലാത്ത പുതിയ ക്യാൻസർ സെൻ്റർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കോർപ്പറേഷൻ്റെ വിളപ്പിൽ ശാലയിൽ നേരത്തെ മാലിന്യ ഫാക്ടറി ഉണ്ടായിരുന്നു. 50 ഏക്കർ സ്ഥലത്താണ് ഇത് വരുന്നത്.